ഹലോ നമസ്കാരം, കേരള ഓൺലൈൻ മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. നാളെ വോട്ട് ചെയ്യാൻ പോകുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, പിന്നെ എന്തൊക്കെ കാര്യങ്ങൾ കൈവശം ഉണ്ടാകണം, അതുകൂടാതെ തന്നെ ഈ പ്രധാന അറിയിപ്പ് അനുസരിക്കാത്തവർക്ക് നാളെ വോട്ടിടാൻ സാധിക്കുന്നതല്ല. കൂടുതൽ വിശേഷങ്ങൾ അറിയുന്നതിന് മുമ്പായി തന്നെ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇൻഫർമേറ്റീവ്സ് ആയിട്ടുള്ള വീഡിയോ ലഭിക്കുവാൻ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്താൽ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ്. ഇനി നമുക്ക് നാളെ ശ്രദ്ധിക്കേണ്ട പ്രധാന അറിയിപ്പുകൾ ഏതൊക്കെയാണ് എന്ന് നോക്കാം. ഒന്നാമതായി, കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ച് സംസ്ഥാനത്തെ ഓരോ ബൂത്തുകളിലും 1000 പേർക്ക് മാത്രമേ വോട്ട് നൽകുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ തവണ ഇലക്ഷൻ ബൂത്തുകൾ ഇരട്ടിയാണ്. രണ്ടാമതായി, 140 നിയമസഭാ മണ്ഡലത്തിലേക്കും 1 ലോക്സഭാ മണ്ഡലത്തിലേക്കും വോട്ടിങ്ങുകൾ ആരംഭിക്കുന്നത് രാവിലെ 7 മണി മുതൽ വൈകിട്ട് 7 മണി വരെയാണ്. എന്നാൽ അവസാനത്തെ 1 മണിക്കൂർ വോട്ടുകൾ ക്വാറന്റൈനിൽ കഴിയുന്നവർക്കും കോവിഡ് ബാധിച്ചവർക്കും BPE കിറ്റ് ധരിച്ച ശേഷം തങ്ങളുടെ വിലയേറിയ വോട്ടുകൾ നൽകാവുന്നതാണ്. മൂന്നാമതായി, മൂക്കിനും താടിയലിനും നടുവിലായി കറക്റ്റ് പൊസിഷനിൽ മാസ്ക് ധരിക്കുക, സാനിറ്റൈസർ കയ്യിൽ കരുതുക, കൂടാതെ തന്നെ സാമൂഹിക അകലം പാലിച്ചു നിൽക്കുക. അഞ്ചാമതായി, പോളിംഗ് ബൂത്തിന്റെ വാതിലിൽ തന്നെ തെർമൽ സ്കാനർ അഥവാ ശരീരത്തിന്റെ ചൂടറിയുന്ന മെഷീൻ സ്ഥാപിച്ചത് കൊണ്ട് തന്നെ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ നോർമലിനെ കഴിയും കൂടുതൽ ആണ് എങ്കിൽ രണ്ടാമതൊന്നും കൂടി ബോഡി ടെമ്പറേച്ചർ ചെക്ക് ചെയ്ത ശേഷം വീണ്ടും കൂടുതലാണ് എങ്കിൽ അവസാനത്തെ 1 മണിക്കൂറിലേക്ക് ടോക്കൺ തന്നു വിടും. ആറാമതായി, വോട്ടിംഗ് ലിസ്റ്റിൽ ഒപ്പിടുവാൻ വേണ്ടി സ്വന്തമായി ഒരു പേന കയ്യിൽ കരുതണം. ഏഴാമതായി, ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ വിരലമർത്താനായി കയ്യുറ ആവശ്യമുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ. എട്ടാമതായി, പുരുഷന്മാർ, സ്ത്രീകൾ, ഭിന്നശേഷിയുള്ളവർ, മുതിർന്ന പുരുഷന്മാർ എന്നീ കാറ്റഗറിയിൽ ഉള്ളവർക്ക് സെപ്പറേറ്റ് ആയിട്ട് ക്യൂ ഉണ്ടാകും. ഇനി വോട്ട് ചെയ്യാൻ പോകുമ്പോൾ തിരിച്ചറിയൽ രേഖയായി എന്തൊക്കെ കയ്യിൽ ഉണ്ടാകണം എന്ന ഒരു ആശങ്ക കന്നി വോട്ടർമാർ കാണും. അങ്ങനെ കൺഫ്യൂഷൻ ഉള്ളവർക്ക് തന്റെ ഐഡന്റിറ്റി വ്യക്തമാക്കുന്ന ഗവൺമെന്റ് സർട്ടിഫൈ ചെയ്ത രേഖകളായ ഇലക്ഷൻ കമ്മീഷൻ കാർഡ്, ആധാർ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ് എന്നിങ്ങനെയുള്ളതിൽ ഏതെങ്കിലും ഒന്ന് കയ്യിൽ കരുതിയാൽ മതിയാകും. അതുപോലെ തന്നെ നാളെ വോട്ട് ചെയ്യുന്നവർക്ക് പ്രത്യേകമായി എന്തെങ്കിലും സംശയമുണ്ട് എങ്കിൽ താഴെ കമന്റ് രൂപത്തിൽ നിങ്ങളുടെ സംശയം രേഖപ്പെടുത്താവുന്നതാണ്.